നമസ്കാരം. ഗാസയിൽ ഇന്നലെ അപ്രതീക്ഷിത സന്ദർശനം നടത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. പശ്ചിമേഷ്യയിൽ സംഘർഷം ആരംഭിച്ചതിന് ശേഷം നിരവധി തവണ നെതന്യാഹു ഗാസ സന്ദർശിച്ചിട്ടുണ്ട്. എങ്കിലും ഹമാസിൻ്റെ ഏതാണ്ട് കഥ കഴിച്ച അവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തുമ്പോൾ നെതന്യാഹുവിൻ്റെ ഈ സന്ദർശനത്തിന് പ്രാധാന്യം ഏറെയാണ്. മാത്രവുമല്ല, ബന്ദികളുടെ മോചനം സംബന്ധിച്ചും വെടിനിർത്തൽ സംബന്ധിച്ചുമൊക്കെയുള്ള ചർച്ചകൾ കൂടുതൽ ചൂടി പിടിച്ചിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നെതന്യാഹു ഇപ്പോൾ ഗാസ സന്ദർശിക്കുന്നത്. യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ഹമാസ് ഇനി ഒരിക്കലും ഗാസ ഭരിക്കില്ല എന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചു. ഹമാസ് തീവ്രവാദികളെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുന്നതുവരെ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. മേഖലയിലെ ഇസ്രായേൽ സൈനിക ക്യാമ്പുകൾ അദ്ദേഹം സന്ദർശിച്ചു. തീവ്രവാദികൾ ബന്ദികളാക്കിയിട്ടുള്ള ഇസ്രായേൽ പൗരന്മാരെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്കുള്ള വൻ പാരിതോഷികവും നെതന്യാഹു പ്രഖ്യാപിച്ചു. ഓരോ ബന്ദിയെ കണ്ടെത്തുന്നവർക്ക് $50 ലക്ഷം വീതമാണ് നൽകുക എന്നാണ് നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനം. ബന്ദികളുടെ മോചനത്തിനായി എത്ര കോടി രൂപ വേണമെങ്കിലും ചെലവാക്കുമെന്ന് നേരത്തെ നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു. വടക്കൻ ഗാസ മേഖലയിൽ ഹമാസിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമാകുന്നു എന്ന വാർത്തകളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അതേസമയം 1 വർഷത്തിലധികമായി ഹമാസ് തടവിൽ കഴിയുന്ന ഇസ്രായേൽ ബന്ദികളുടെ മോചനം സംബന്ധിച്ച ഇനിയും തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല എന്ന പ്രശ്നവും ബാക്കി നിൽക്കുകയാണ്. ഗാസയിൽ ഹമാസിനെ നേരിടുന്ന കാര്യത്തിൽ ഇസ്രായേൽ സൈന്യം മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചതെന്ന് പിന്നീട് പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിൽ നെതന്യാഹു പറഞ്ഞു. ഹമാസിൻ്റെ സൈനിക ശക്തിയെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിൽ ഇസ്രായേൽ സൈന്യം വൻ വിജയമാണ് നേടിയിരിക്കുന്നതെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഹമാസ് ഇനി ഗാസയിൽ ഭരിക്കുകയില്ല എന്നത് മാത്രമല്ല, അവരുടെ ബാക്കി പോലും ഇനി ഗാസയിൽ അവശേഷിക്കില്ല എന്നും നെതന്യാഹു പറഞ്ഞു. ഹമാസ് പിടികൂടിയ ബന്ദികളെ കണ്ടെത്താനുള്ള ശക്തമായ നീക്കമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നതെന്നും അതിൽ വിജയിക്കുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേൽ പൗരന്മാരെ ബന്ദികളാക്കി അവരെ ഉപദ്രവിച്ചത് ആരായാലും അവരെ തങ്ങൾ നോക്കി വയ്ക്കുമെന്നും കൃത്യമായി പിടികൂടുമെന്നും നെതന്യാഹു പ്രഖ്യാപിച്ചു. ഇസ്രായേൽ സൈന്യം ഇപ്പോൾ സാന്നിധ്യം ശക്തമാക്കിയിട്ടുള്ള നത്സരിം ഇടനാഴിയും നെതന്യാഹു സന്ദർശിച്ചു. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് അതിക്രമിച്ച് കയറി 251 പേരെയാണ് തട്ടിക്കൊണ്ടുപോയത്. ഇവരിൽ 97 പേർ മാത്രമാണ് ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളതെന്നാണ് കരുതപ്പെടുന്നത്. ബന്ദികളുടെ മോചനം സംബന്ധിച്ച് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സുമായും നെതന്യാഹു ഞായറാഴ്ച കൂടിക്കാഴ്ച നടത്തിയിരുന്നു. യവ് ഗാലൻ്റെ പ്രതിരോധ മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന് ശേഷം ഇപ്പോൾ ഇസ്രായേൽ കാറ്റ്സാണ് ഇസ്രായേലിൻ്റെ പുതിയ പ്രതിരോധ മന്ത്രി. നെതന്യാഹുവിൻ്റെ വളരെ അടുത്ത അനുയായി കൂടിയാണ് ഇസ്രായേൽ കാറ്റ്സ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് പോരാട്ടം കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് നീക്കം. നേരത്തെ നെതന്യാഹുവും യവ് ഗാലനും തമ്മിൽ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നതായ വാർത്തകൾ പുറത്തു വന്നിരുന്നു. മാത്രവുമല്ല, ലെബനനിൽ ഹിസ്ബുള്ള തീവ്രവാദികളെ നേരിടുന്നതിനായി പേജറുകൾ പൊട്ടിത്തെറിച്ച ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നതായും പിന്നീട് വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇത്തരത്തിലുള്ളൊരു നീക്കം നടത്തുന്നതിനോട് അന്ന് യവ് ഗാലൻ്റെ എതിരായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് അവിടെ അന്ന് അത്തരത്തിലുള്ള ആക്രമണം നടത്താൻ കഴിഞ്ഞത് എന്നും അങ്ങനെയാണ് ആ തീവ്രവാദി നേതാക്കളെ മുഴുവൻ വകവരുത്താൻ കഴിഞ്ഞത് എന്നുമാണ് ഇപ്പോൾ നെതന്യാഹുവിൻ്റെ അനുയായികൾ പറയുന്നത്.